എന്ത് ഈ വഴിക്ക്? അപ്പോയിട്ട് കമ്പൈൻ സ്റ്റഡി അങ്കിൾ. എന്റെ മോൻ ഒറ്റയ്ക്ക് പഠിക്കുന്ന സമയത്ത് അവന്റെ പരീക്ഷാ പേപ്പർ നിറച്ച് ഉത്തരങ്ങളായിരുന്നു. എന്നീ റാ പോലുള്ള റാം ഇവിടെ പഠിക്കാൻ വരാൻ തുടങ്ങി അന്ന് അവന്റെ ഉത്തരം മുട്ടി. അങ്കിൾ ഇപ്രാവശ്യം നോക്കിക്കോ. നോക്കുന്നുണ്ടോ? ഇല്ലടാ. എന്തിനാടാ ഈ പ്രായത്തിൽ റാ പോലെ മീശ വെച്ചേക്കുന്നത്? അതിനെ ഇപ്പോഴേ IPS ആവാനുള്ള പ്രിപ്പറേഷൻ അല്ല. IPSന്റെ ഫുൾ ഫോം എന്തോടാ? ഇന്ത്യൻ പോലീസ് സൂപ്പർ ഫണ്ടാസ്റ്റിക്. കേറിപ്പോ വരും. എനിക്ക് കെമിസ്ട്രി ഒട്ടും തലേ കയറുന്നില്ല. ബാക്കിയെല്ലാം തലച്ചോറി ഉണ്ടല്ലോ. പിന്നെ എന്തിനാ ഇതൊക്കെ എടുക്കുന്നേ? നമ്മളെ സീമ ടീച്ചർക്ക് എത്ര രൂപ ശമ്പളം കാണൂടാ? ഒരു 10-30,000 കാണും. അവരുടെ ചെലവൊക്കെ നടന്നു വന്നോ എന്തോ. ഡിവോഴ്സും കൂടെ. 2 പെൺമക്കളും. 2 കെട്ടെന്ന് പാവം. അല്ലേ വന്നല്ലേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോ പഠിക്കുമായിരിക്കും. എന്തായാലും പുഷ്പ 1000 കോടി അടിച്ചല്ലേ. അല്ലൂർജ് ഒരുപാട് കഷ്ടപ്പെട്ടു. എന്റെ പേടി ഐറ്റം ഡാൻസിന് സമ്മന്തയുടെ അത്രയും ഫ്രീയിലെ വരുമെന്നായിരുന്നു. എനിക്കുറപ്പായിരുന്നു. അവളെ കുച്ചി മട്ടിലെ പൊട്ടി കണ്ടായിരുന്നു. എല്ലാം അറിയാം പുഷ്പയ്ക്ക്, ചില കാര്യങ്ങൾ അറിയില്ല. എന്തുവാടാ അറിയാത്തത്? അതല്ല, എല്ലാമുണ്ട് പുഷ്പയ്ക്ക്, എന്നാ ചിലതോ ഇല്ലില്ല. എന്തുമായിരിക്കും ഇല്ലാത്ത? പുഷ്പയ്ക്കില്ലാത്ത എന്തോന്നു? പുഷ്പയ്ക്കില്ലാത്ത എന്തുവാന്ന് കാണാടാ. എന്നാലും അതായിരിക്കുമല്ലോ. ഇത്ര നേരമൊക്കെ നീ ഇവിടെ ഇരുന്നിട്ട് എന്താടാ പഠിച്ചത്? ഔട്ട് ഓഫ് സിലബസ് ആദ്യം പഠിക്കാന്ന് വെച്ചു. കമ്പൈൻ സ്റ്റഡി പഠിച്ച് രക്ഷപ്പെട്ട ആരും ഈ കേരളത്തിലില്ല. ഞങ്ങൾ ചരിത്രം തിരുത്തി എഴുതിയാലോ? ആദ്യം നീയൊക്കെ പരീക്ഷ എഴുതണം. പന്നികളെ. ചേട്ടാ, ഈ ബികോം പഠിക്കുന്നവരുടെ ഹോസ്റ്റൽ റൂം ഏതാ? ന്യൂ അഡ്മിഷന്. ഓ ചേട്ടാ, ഇവിടെ കുളിക്കാൻ ചൂടുവെള്ളം കിട്ടുമോ? സുനിയെ, ഇവിടെ ഒരുത്തിന് ചൂടുവെള്ളത്തിൽ കുച്ചാലേ കുളി വരുമെന്ന്. ഏതവനാടാ അത്? അല്ല ചേട്ടാ, ഒരുപാട് യാത്ര ചെയ്ത് വന്നതാണേ. പിന്നെ ഞങ്ങളെ ഇവിടല്ലേ പെറ്റിട്ട് വളർന്നത്. സ്ഥലം എവിടെടാ? ഞാൻ കൂർക്കഞ്ചേരിന്നാ. എന്തിനാട്ടാ ഓരിയിടുന്നത്? അല്ല, നിന്നെ വരവേറ്റതാ ഞങ്ങള്. അടിക്കൂ ചേട്ടാ, എനിക്കിവിടെ പഠിച്ച് വലിയ ആളെ അച്ഛന്റെ മുമ്പിൽ പോയി നിൽക്കാനുള്ളേ. മോന്റെ അച്ഛന്റെ പേരെന്ത്? ദാമോദർ ജി. ജിയോട് പറഞ്ഞിരുമോ മൂഞ്ചിന്ന്? എന്താ ഏട്ടാ ഇവിടെ അത്ര പ്രശ്നോ? ഈ ചെന്നൈ വന്ന് പഠിച്ച് രക്ഷപ്പെട്ട ഏതെങ്കിലും മലയാളികളെ നീ കണ്ടിട്ടുണ്ട്? വിനീത് ശ്രീനിവാസൻ. തൈരുവാടാ. ഹൃദയം കൊണ്ട് വന്നേക്കേടാ. ഇറക്കം നിന്റെ കിഡ്നി അടിച്ചു പോവും. ഇല്ലേട്ടാ, ഞാൻ വലിക്കാൻ കുടിക്കൊന്നും ചെയ്യില്ല. എനിക്ക് രക്ഷപ്പെടണം. കേട്ടെ, കഞ്ചാവ് തീർന്നു. ആരായിട്ടാ അത്? ഇതേപോലെ അച്ഛന് വേണ്ടി രക്ഷപ്പെടാൻ വന്നവനാ. ഇപ്പൊ അച്ഛനെ അങ്ങ് മറന്നുപോയി. ഇന്നാൾ HOD കയറി വല്യച്ഛന്ന്. ചേട്ടാ, ഇവിടെ സൗകര്യങ്ങളൊക്കെ എങ്ങനെയാ? സൗകര്യമായിട്ടെന്ന് പറയുമ്പോ ഇവിടെ സൗകര്യമായിട്ടിരുന്ന് സിഗരറ്റ് വലിക്കുക. ഇവിടെ സൗകര്യമായിട്ടിരുന്ന് വെള്ളം അടിക്കാം. അപ്പൊ സ്റ്റഡി റൂം ഇല്ല? സ്റ്റഡി റൂമിൽ നീ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ പണിയിപ്പിക്കേണ്ടി വരും. ഞാൻ ബാത്റൂമിൽ ഇരുന്ന് പഠിച്ചോളാം. ഇങ്ങനെയൊക്കെ പറഞ്ഞാടേ നമ്മളിവിടെ വന്നത്. ഇപ്പൊ ഒരു വെള്ളം അവിടെ ഉണ്ട്. നീ വരുന്നോ? കുറച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആയിരിക്കൂല. ഞാൻ എന്തായാലും ഇല്ല ചേട്ടാ. ഓ എന്നാ ചേട്ടാ, ന്യൂ അഡ്മിഷന് ഇവിടെ ഈ നോൺ വെജ് ഒക്കെ കിട്ടുമോ? ഗോപുവേ, ഇവനാ പോത്തിന്റെ തൊടയങ്ങ് എടുത്ത് കൊറാ.